ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഡേ മുതൽ ഞാൻ വീഡിയോ ഇട്ട ആദ്യ ദിവസം മുതൽ തന്നെ ഒരുപാട് പേരിനോട് ചോദിച്ച കാര്യമാണ്. എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിച്ചത്? ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തത്? എന്താ ഞാൻ സ്പെസിഫിക്കലി ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും പറയണ പോലെ എൻ്റെ ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞത് പല പല സ്ഥലത്തു നിന്ന് പല പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഉം, ഞാന് ഞാൻ പറയുന്ന രീതി എത്ര പേർക്ക് ഓക്കെ ആണെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഞാനും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം ആഹ്, സാധാരണ പോലുള്ള ഏതൊരാൾക്കും എൻ്റെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. എന്നിട്ട് മാർക്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഒരു വല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? വേറൊന്നുമല്ല. ഇത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. എന്നാൽ തീരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കും കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഉം, ഏതൊക്കെ മേഖലകളാണ്, എന്തൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ സോഴ്സ് എന്താ പഠിക്കേണ്ടതെന്ന് അറിയും, ഏത് സോഴ്സിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ മൊത്തത്തിലുള്ള കൺഫ്യൂഷൻസിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മക്കളെ, ഇതിനെക്കാട്ടിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ടാവില്ല. ഓക്കെ. കാരണം ഇത് വന്നാൽ മതിയായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, ഒരു പറ്റം ആൾക്കാർ ലൈക്ക് ഒരു മെജോറിറ്റി ആൾക്കാർ വേണ്ടാന്ന് വെക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഇതിനു വേണ്ടി അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള എഫേർട്ടല്ല. ചെറിയ രീതിയിലൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത്. പക്ഷേ ചെറിയ എഫേർട്ടാണ്. നമ്മൾ വലിയൊരു എഫേർട്ട് എടുക്കേണ്ട. ചെറിയ എഫേർട്ട് ഡെയിലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇനി വരുന്ന എൽഡിക്കൊക്കെ എൽഡി എന്നല്ല 10th ലെവൽ ഏകദേശം എല്ലാ എക്സാമിനും 20 മാർക്കോളാണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 20 ചിലപ്പോൾ ഒരു 5 മാർക്കോ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടൊക്കെ ആൻസർ കിട്ടിയിരിക്കും. പക്ഷേ ബാക്കി 15 മാർക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഡൗട്ടല്ലേ. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമുക്കാണ് ജോലി കിട്ടേണ്ടത്. ഓക്കെ. പഠിച്ച് മീൻസ് നല്ല രീതിയിൽ കഷ്ടപ്പെടണം. എല്ലാവർക്കും ജോലി കിട്ടണം. ഓക്കെ. അപ്പം കഷ്ടപ്പെടാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം എന്നല്ല, സ്മാർട്ട് വർക്ക് ചെയ്ത് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ. സ്ട്രക്ചേർഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് സമാധാനമാണ്. ഓക്കെ. നമ്മളിതൊക്കെ തീർത്തിട്ടുണ്ട്, നമ്മൾ നല്ല റൈറ്റ് ആയിട്ടുള്ള പാത്തിലൂടെ പോകണമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്കുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സിനെ മൊത്തത്തിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ്, രണ്ടാമത്തേത് ടോപ്പിക് ബേസ് കറണ്ട് അഫയേഴ്സ്, മൂന്നാമത്തേത് മന്ത്ലി CA. ഓക്കെ. മന്ത്ലി കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ 3ആയിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ. നിങ്ങൾ PYQ ചെയ്താൽ മാത്രമാണ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സ് വരാറുള്ളത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം കുറച്ചൊക്കെ PYQ ചെയ്യാം. ഓക്കെ. കുറച്ചെന്നല്ല, കുറച്ചൊന്നുമല്ല, ഡെയിലി ചെയ്തിരിക്കണം. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡെയിലി PYQ ചെയ്യാം. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. ചില ഏരിയയിൽ നിന്ന് തീരെ ചോദിക്കാറില്ല, ചില ഏരിയ നല്ലോണം ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അതായത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ മേഖലകളാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ് നമ്മൾ മൊത്തം 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് ബേസ്ഡ് ഫസ്റ്റ് ഡെയിലി CA, പിന്നെ രണ്ടാമത്തേത് ടോപ്പിക് ബേസ്ഡ് CA, മൂന്നാമത്തേത് മന്ത്ലി CA. അപ്പം ഡെയിലി CA എങ്ങനെ പഠിക്കേണ്ടത് നോക്കിയാലോ. ഡെയിലി CA എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ TV ചാനൽ കണ്ട് ന്യൂസ് ചാനൽ കണ്ടിട്ട് എഴുതിയെടുക്കാം. യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ടെലഗ്രാമിലെ ചാനൽസ് നോക്കി എഴുതിയെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ എന്ത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഡെയിലി എഴുതിയെടുക്കാം. ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ടെലഗ്രാമിൽ ആനുകാലികം എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിലത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഡെയിലി എഴുതിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കും. അപ്പോൾ അതിലൊരുപാട് കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ല അധികം ഇമ്പോർട്ടൻ്റാണ് വരാറുള്ളത്. അപ്പം ഇൻ കേസ് എനിക്ക് ചിലത് ഇത് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയെടുക്കാറില്ല. പക്ഷേ മോസ്റ്റ്ലി എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുക്കും. അങ്ങനെയാണ് ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാം. ഓക്കെ. ഡെയിലി CA ഇങ്ങനെ എഴുതിയെടുത്തിട്ട് മാത്രം കാര്യമില്ല. ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ചില പേരുകളായിരിക്കാം. ഇപ്പം ചില സയന്റിഫിക് നെയിംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അതായത് ചില അസുഖങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില മെഡിസിൻസ് അല്ലെങ്കിൽ എന്തൊക്കെയോ ലൈക്ക് നമ്മൾ ശരിക്കും ഇത് പഠിച്ചാൽ മാത്രം കിട്ടുന്ന അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യേണ്ടത്? ജസ്റ്റ് തലേ ദിവസത്തെ ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ല വേണ്ടത്. ഓക്കെ. നിങ്ങൾ ഡെയിലി പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോൾ 6-ാം തീയതിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ. ഇന്ന് 6-ാം തീയതിയാണ്. ഇന്ന് 6-ാം തീയതിയാണെങ്കിൽ നമ്മൾ എന്ന് മുതൽക്കുള്ള ഡെയിലി CA നോക്കണം? 1-ാം തീയതി മുതൽക്കുള്ള ഡെയിലി CA നോക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
നമ്മൾ എന്നാണ് നമ്മൾ ഡെയിലി സി എ എന്നത്തെ ഡെയിലി സി ആണ് എഴുതുന്നത് അതിൻ്റെ 5 ദിവസം മുന്നേ മുതൽക്കുള്ള ഡെയിലി സി എ റിവിഷൻ ചെയ്യണം. 5 ദിവസം വരെയുള്ള ഡെയിലി സി എകൾ ഇങ്ങനെ വായിച്ചു പോകണം. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് രമണ, ഞാൻ ഒന്നാം തീയതി ഞാൻ ഡെയിലി സി എഴുതി, 2-ാം തീയതി എഴുതി, 3-ാം തീയതി എഴുതി, 4-ാം തീയതി എഴുതി, 5-ാം തീയതി എഴുതി, 6-ാം തീയതി എഴുതി. അങ്ങനെ ഞാൻ 6-ാം തീയതിയിലേക്ക് വന്ന് എത്തി. ഓക്കെ. അപ്പോൾ ഈ 6-ാം തീയതി എഴുതുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ ചെയ്യേണ്ട കാര്യം 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി ഇങ്ങനെയുള്ള 5 ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഡെയിലി ഇങ്ങനെ 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇരുന്ന് വായിക്കണം. ഓക്കെ. എല്ലാ ദിവസവും നമ്മൾ ബാക്കിലോട്ടുള്ള 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടിരുന്ന് വായിക്കണം. ഇതിൻ്റെ റീസൺ എന്താണ്? ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ മാത്രമേ പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുള്ളൂ, ഫീഡ് ആവുള്ളൂ. ഓക്കെ. നമ്മൾ എപ്പോഴെങ്കിലും എന്തോ വായിച്ചു അല്ലെങ്കിൽ എന്തോ എഴുതി വെച്ചു എന്ന് കരുതിയിട്ട് ഒന്നും നമുക്കത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ. നമുക്കൊന്നും അത്രയും എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഭയങ്കര ഐക്യമുള്ള ആൾക്കാരില്ലെങ്കിൽ ഞാൻ അത്ര ഐക്യമുള്ള ആളാണ്. എനിക്കിത് കുറേ തവണ ഇരുന്ന് വായിച്ചാൽ മാത്രമേ എൻ്റെ ബ്രെയിനിൽ ഇതൊക്കെ സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ ഇരുന്ന് വായിക്കും. അപ്പോൾ ഡെയിലി ഇരുന്ന് വായിക്കാറ് ഞാനിങ്ങനെ ഫസ്റ്റ് മുതലിരുന്ന് കഷ്ടപ്പെട്ട് വായിക്കാം അങ്ങനെയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. ഒന്ന് വെറുതെ ഇങ്ങനെ വായിച്ച് അയ്യോ ഇതല്ലേ അങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ചോടിച്ച് പോകും. ഓക്കെ. അതായത് ഞാൻ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ എന്ന് എന്നെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് ശരിക്കും കണ്ടോ കേട്ടോ എന്നുള്ള രീതിയിലൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ. ഓക്കെ. അപ്പം നമ്മൾ 6-ാം തീയതിയാണ് പഠിക്കുന്നത് വെച്ചാൽ ബാക്കി 5 ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ എഴുതിയെടുക്കുക, മീൻസ് റിവൈസ് ചെയ്യണം. 7-ാം തീയതി ആണെങ്കിലും ബാക്കി 2, 3, 4, 5, 6, 7 ഇത്ര ദിവസങ്ങളത്തെ കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകണം. പിന്നെ നിങ്ങൾക്കത് പക്കയായിരിക്കും, നിങ്ങൾക്ക് നോക്കും കൂടി വേണ്ടി വരില്ല. പക്ഷേ എന്നാൽ പോലും നിങ്ങളെന്ത് ചെയ്യണം? എല്ലാ വീക്കും സൺഡേ, ഓക്കെ, അത് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ആ ദിവസം നിങ്ങൾ വേറൊന്നും പഠിക്കാൻ പോകരുത്. കറണ്ട് അഫയേഴ്സ് എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതൊക്കെ വേസ്റ്റാണ്. ഓക്കെ. നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കണോ അത്ര തന്നെ റിവൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്രയൊന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സൺഡേ ഫുള്ള് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നമ്മൾ ഇത് ആഴ്ചയിൽ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ മൊത്തം ഈ സൺഡേ ഇരുന്നിട്ട് ഫുൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഡെയിലി എല്ലാ വീക്കും ഇങ്ങനെ വീക്ക്ലി സി ഒന്ന് വൃത്തി ഇങ്ങനെ വായിച്ച് പോവുക. അപ്പം ഈ സൺഡേ നമുക്കിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വായിക്കേണ്ടതില്ല. കാരണം ഇത്രയും ദിവസം നമ്മളിരുന്ന് വായിച്ച സാധനം തന്നെയല്ലേ ഇത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് വായിച്ച് ഓടിച്ചെടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ. ഇങ്ങനെ ഡെയിലി ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ. ഞാൻ പറയില്ലേ, ഇത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ കുറച്ചൊരു എഫേർട്ട് എടുക്കണം എന്നുള്ളൂ. പക്ഷേ എഫേർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെ ഒരു ദിവസം ചിലവാകാൻ സാധ്യതയുള്ള എത്ര മിനിറ്റ്? 15 മിനിറ്റ്. അതിൽ കൂടുതലൊന്നും ചിലവാകില്ല, എനിക്ക് എല്ലാം ഉറപ്പുണ്ട്. ഓക്കെ. എന്നിട്ട് അതിന് ബാക്കി 15 മിനിറ്റാണ് ഞാൻ ഈ പറയുന്ന ഒരു റിവിഷൻ വേണ്ടത്. അത്ര മീൻസ് പെട്ടെന്ന് വായിച്ചു പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് അങ്ങനെ വായിക്കരുത്. അത്രയൊന്നും വായിക്കാനില്ല. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു പോകുന്നു. അങ്ങനെ നിങ്ങൾ ഡെയിലി സി എ കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ പ്ലാൻ എ സക്സസ്ഫുൾ. ഇനി പ്ലാൻ ബിയിലേക്ക് കിടക്കാം. അത് ടോപ്പിക് ബേസ്ഡ് സി എ. ടോപ്പിക് ബേസ്ഡ് സി എ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോബൽ പ്രൈസ് പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് മുൻപൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റിൽ ആർക്കാണ് കിട്ടിയത്, ഇതിൽ ആർക്കാണ് കിട്ടാത്തത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആർക്ക് കിട്ടി, എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ. എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ അത്രയും സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ടോപ്പിക് ബേസ്ഡ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നോബൽ പ്രൈസാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിലും അതായത് ഇവർക്ക് എന്തിനാണ് കിട്ടിയത് എന്നുള്ള കാര്യം, മീൻസ് ആർക്ക് കിട്ടിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്തിൻ്റെ കുറിച്ചുള്ള പഠനത്തിനാണ് അവർക്ക് കിട്ടിയത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഇവർ ഏത് രാജ്യത്തു നിന്നാണ്, ആ കാര്യം പഠിച്ചെടുക്കണം. പിന്നെ ഇവർ വേറെ ഏതെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ബുക്സ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഇവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചെടുക്കണം. ഇപ്പം ഞാൻ ജസ്റ്റ് നോബലിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം ഒരുപാട് ടോപ്പിക്സ് ഇല്ല. ഇപ്പോൾ ഫിഫ ഇലക്ഷൻ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഏതെങ്കിലും എക്സാംസ് നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഫയർ വരുന്നുണ്ട്, പിന്നെ 18th പ്രിലിംസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ്. ഇതൊക്കെ പോയി എഴുതുന്നവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഫിഫയും ഇലക്ഷനും നോക്കാതെ പോകരുത്. ഓക്കെ. എന്തായാലും ഇന്ന് ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യത 90% ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിന്ന്, ഞാൻ പറഞ്ഞപ്പോൾ 2 ഇപ്പോൾ പെട്ടെന്ന് നടന്നൊരു കാര്യം, മീൻസ് ഇപ്പോൾ കുറച്ച് മുന്നേ നടന്നില്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 ഏരിയാസ് നോക്കാതെ പോരുത് കേട്ടോ. ഒരു മാർക്ക് ഷുവറായിട്ട് കിട്ടാൻ, 1-2 മാർക്ക് ഷുവറായിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അത് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പിക് വൈസ് CA പഠിക്കും. ഓക്കെ. ഇപ്പോൾ ഫിഫ ആണെങ്കിലും ശരി. പിന്നെ കുറച്ചൊക്കെ ഹിസ്റ്ററിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കണേ. ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിഫയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നോബലിൻ്റെ കാര്യമാണെങ്കിലും ഇന്ത്യയിൽ ആർക്ക് കിട്ടി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴേ അത് നമുക്കൊരു ഇതാണ്. ചിലപ്പം ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ പുതിയ കാര്യം കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചിലപ്പോൾ ഒന്ന് ഏതോ നൂറ്റാണ്ടത്തേക്ക് ഒരു കാര്യം ചോദിക്കുന്നുണ്ടാവുക. അപ്പം പക്ഷേ റെലവൻ്റ് ആണ് എന്ന് അവർക്ക് തോന്നുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇന്ത്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ച് പോവുകയും കൂടി വേണം. ഓക്കെ. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഉറപ്പിക്കാമല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മാർക്ക് നഷ്ടപ്പെടണ്ടല്ലോ. നമ്മുടെ ആവശ്യമാണല്ലോ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക. ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി. അത് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് നിങ്ങൾ എടുത്ത് വായിക്കേണ്ട. അല്ലെങ്കിൽ വോയിസ് ക്ലാസ് കേട്ടിട്ട് ഞാനിപ്പോൾ ഈ വായിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എഴുതിയെടുക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് പറ്റുകയാണ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് എഴുതിയെടുക്കണ്ട. നിങ്ങൾ വായിച്ചാൽ മതി. ഡെയിലി CA എടുത്ത് വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ദിവസത്തെടുത്ത് റിവൈസ് ചെയ്യുക. ഓക്കെ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. വായിക്കാൻ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾക്ക് നമ്മളുടെ കൈ കൊണ്ട് എഴുതുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ബ്രെയിനിൽ ഫീഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വായിക്കുമ്പോഴും ഉണ്ട്. ഓക്കെ. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഏതാണ് ഏത് രീതിയിലാണ് പഠിക്കാൻ സുഖം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. പിന്നെ അടുത്തത് മന്ത്ലി CA. ഈ മന്ത്ലി CA നമ്മൾ വായിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിൽ പറയാത്ത അതായത് എന്തെങ്കിലും കാര്യങ്ങൾ സ്പെസിഫിക്കലി ഇങ്ങനെ മന്ത്ലി CAയിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സാധ്യത ഇല്ല. ഓക്കെ. എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു വൊക്കാബുലറിയുടെ അത്യാവശ്യം നല്ല മന്ത്ലി CA PDFകൾ കിട്ടാറുണ്ട്. അത് നോക്കി നോക്കുക. ഓക്കെ. മന്ത്ലി CA വൊക്കാബുലറി ആണെങ്കിലും നല്ലതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ. നിങ്ങൾ ടെലഗ്രാം ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് പഠിക്കുന്നത് മൊത്തം ടെലഗ്രാമിൽ കിട്ടും. അപ്പം ടെലഗ്രാം ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതിൽ വേറെ ഏതെങ്കിലും സൈലത്തിൻ്റെയും അത്യാവശ്യം കുഴപ്പമില്ലാതെ സൈലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയുള്ള CA മെർജ് ചെയ്തിട്ട് തരാറാണ് സാധാരണ. വൊക്കാബുലറി എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അത്യാവശ്യം കുറച്ചുകൂടി നല്ലൊരു നോട്ട്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മന്ത്ലി CA ഒന്ന് ഇങ്ങനെ വായിച്ച് നോക്കും കൂടി ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പക്കയായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു ചെറിയൊരു ശതമാനം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം ചെയ്യാൻ സാധ്യത മീൻസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ. ആ ഒരു ഫാക്റ്റും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. എല്ലാം കിട്ടിയിട്ട് നമ്മൾ എണീറ്റ് പോരുള്ളൂ എന്ന് ചിന്തിക്കരുത്. കാരണം നമുക്ക് ഇവർക്ക് ലൈക്ക് എന്താ പറയുക PSCക്ക് മാക്സിമം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഉത്തരം ചോദ്യമായിട്ട് തരണം എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് കിട്ടാത്തൊരു ഉത്തരമാണ് മീൻസ് അങ്ങനത്തെ ഒരു ചോദ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല കോമ്പറ്റീറ്റർ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുള്ളൂ എന്നൊന്നും വേണ്ട. അത്യാവശ്യം ഒരു 15+ ഒക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് 15 അല്ലെങ്കിൽ 16 ഒക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പക്ഷെ അത് കരുതിയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എക്സാമിൽ ചിലപ്പോൾ പലരും 20 സ്കോർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു ആവറേജ് എക്സാമിലൊക്കെ ഒരു 15 16 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. എന്നാൽ നിങ്ങളുടെ റാങ്കുകൾ ചിലപ്പോൾ 10ഉം 20ഉം ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് എന്നുണ്ടെങ്കിൽ 200 300 400 ഒക്കെ ചിലപ്പോൾ കൂടും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിഗണിക്കണം. എനിക്കിങ്ങനെ ഓരോരുത്തരുടെ ഓരോ കമൻസിലൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഓരോരുത്തർ ഓരോ മെസ്സേജൊക്കെ അയക്കുമ്പോൾ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.